നിങ്ങളുടെ ജീവിതത്തിലെ പരാജയം ആഭിചാരമാണോ, അതോ നിങ്ങളുടെ ഉള്ളിലെ ഭയമാണോ? അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, നാം ഇന്ന് വന്നു നിൽക്കുന്നത് ലോകം വിരൽത്തുമ്പിൽ ചുരുങ്ങിയ ഈ കാലഘട്ടത്തിലാണ്. AI കാലഘട്ടം, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലഘട്ടം. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇന്നും ചിലർ ആഭിചാരത്തിൻ്റെയും കൂടപത്രത്തിൻ്റെയും പിന്നാലെ പോകുന്ന ആ വസ്തുത വളരെ ദുഃഖകരമായിരിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള കെണികളിൽ അന്ധവിശ്വാസങ്ങളിലും ചെന്ന് അകപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഭയമാണ് പ്രധാന കാരണം. ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നഷ്ടം വന്നു പോയാൽ, എന്തെങ്കിലും പ്രതികൂല സാഹചര്യം കടന്നു വന്നു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ആരോ തങ്ങൾക്ക് ആഭിചാരം ചെയ്തു അല്ലെങ്കിൽ ക്ഷുദ്രം ചെയ്തു, അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അവർ കരുതി അവർ ജീവിക്കുന്നു. പ്രിയമുള്ളവർ, ഒരു കാര്യം മനസ്സിലാക്കുക. ഇരുളിന് വെളിച്ചത്തെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ഒരു അന്ധകാരത്തിനും ഒരു മന്ത്രവാദത്തിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന ഉറച്ച ഒരു വിശ്വാസം നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിലുള്ള ആഭിചാരങ്ങളുടെയും മന്ത്രവാദങ്ങളുടെയും ക്ഷുദ്രപ്രയോഗങ്ങളുടെയും പിന്നാലെ പോകില്ല. നിങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ. നമുക്കിടയിൽ ചിലർ ഇപ്രകാരം പറയാറും ചോദിക്കാറുമില്ലേ, പ്രാർത്ഥനയും ദൈവവിശ്വാസവും എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരുതരം അന്ധവിശ്വാസമല്ലേ എന്ന്. പ്രിയമുള്ളവരെ, അത് വിഡ്ഢിത്തരമായ ഒരു ചോദ്യം തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുന്നതും ഒരിക്കലും അതൊരു അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മെ ഭയപ്പെടുത്തുകയും നമ്മെ മറ്റുള്ളവർക്കെതിരായി അനീതി ചെയ്യുവാൻ, അല്ലെ മാന്ത്രികം ചെയ്യുവാൻ, അവരെ നശിച്ചു കാണുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമ്മെ ഭയത്തിൽ നിന്നും പുറത്തെടുക്കുകയും നമ്മെ പ്രതികൂല സാഹചര്യത്തിൽ എങ്ങനെ പോരാടി അതിൽ നിന്നും ജയിക്കുവാൻ കഴിയുമെന്ന ഒരു വിശ്വാസം നമ്മിലേക്ക് പകർന്നു തരുന്ന ഒന്നാണ് ദൈവവിശ്വാസം. അന്ധവിശ്വാസവും ദൈവവിശ്വാസവും രണ്ടാണ്. അതുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുന്നതും സത്യദൈവത്തെ വിശ്വസിക്കുന്നതും സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ഒരിക്കലും അന്ധവിശ്വാസമാണെന്ന് നിങ്ങളെ നോക്കി ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പറയണം, നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ദൈവത്തിൽ ഉറച്ച വിശ്വാസമാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് ദൈവവിശ്വാസം എന്ന് പറയുവാനുള്ള ചങ്കറപ്പും വിശ്വാസവും ഓരോ ദൈവഭേദനും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ അത് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നശിച്ചു കാണണമെന്ന് കരുതി ആഭിചാരത്തിൻ്റെയും ക്ഷുദ്രപ്രയോഗത്തിൻ്റെയും പിന്നാലെ പോകുന്നവർ ഒരിക്കലും യഥാർത്ഥ ദൈവവിശ്വാസി അല്ല. ഒരു ദൈവവിശ്വാസി എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ ക്വാളിറ്റി അവനിലുണ്ടാകും. ദൈവം സ്നേഹമാണ്. മറ്റുള്ളവർ നശിച്ചു കാണുവാൻ അവൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അവനെതിരായിട്ട് അവൻ ആഭിചാരം ചെയ്യുവാനോ അവനെതിരായിട്ട് ക്ഷുദ്രപ്രയോഗം ചെയ്യുവാനോ അവൻ്റെ ഹൃദയത്തിൽ തോന്നത്തില്ല. കാരണം അവൻ യഥാർത്ഥ ഒരു ദൈവപൈതൽ ആണെങ്കിൽ. ചിലരുടെ ഭയത്തെ വിറ്റ് കാശാക്കുവാൻ ചില മന്ത്രവാദികളും ചില ആഭിചാരം ചെയ്യുന്ന വ്യക്തികളും മുതലെടുക്കും. അത്തരത്തിലുള്ള ചതിപ്രയോഗങ്ങൾ ഒരു ദൈവവിശ്വാസി ചെന്ന് വീണുപോകരുതേ. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു, ഒന്നും നിങ്ങളെ ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അതെ, ഒന്നും നിങ്ങളെ ഒരിക്കലും ദോഷം വരുത്തുകയില്ല. നീ യഥാർത്ഥ ഒരു വിശ്വാസിയാണെങ്കിൽ, യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നീ ആ വിചാരങ്ങളുടെ ക്ഷുദ്രപ്രയോഗങ്ങളും കണ്ട് നീ ഭയപ്പെട്ടു പോകില്ല. അത്തരത്തിൽ അവൻ ഉണ്ട് എന്ന് നിന്നെ ഭയപ്പെടുത്തുന്നവരുടെ മുമ്പിൽ നീ പതറിപ്പോകത്തില്ല. അവിടെ ഈ വചനം നിന്നെ ധൈര്യപ്പെടുത്തും, നിന്നെ ഉറപ്പിക്കും. നീ അതിൻ്റെ മേൽ ജയം കൊണ്ടാരും ഒരു ആഭിചാരം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ അടുക്കത്തില്ല. ഈ വചനം നിന്നെ
ധൈര്യപ്പെടുത്തി വിശ്വാസത്തിൽ നിലനിർത്തും. ആയതിനാൽ പ്രിയമുള്ളവരെ, ദൈവവിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോകുവാൻ ഈ സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന കൂടെ നിർത്തുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സ്തോത്രം.